ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഹാൾ സെൻസറാണ്. ഈ DC ഇൻവെർട്ടർ വാഷിംഗ് മെഷീനിൽ വരുന്ന സ്പീഡ് കൺട്രോളാണ് ഈ ഹാൾ സെൻസർ എന്ന് പറയുന്നത്. ആ ഹാൾ സെൻസർ എങ്ങനെ റിപ്പയർ ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഇട്ടിരിക്കുന്ന വീഡിയോ. ചില സമയങ്ങളിൽ സെയിം സാധനം മാർക്കറ്റിൽ കിട്ടില്ല എന്ന് പറഞ്ഞ് ചിലർ ബുദ്ധിമുട്ടുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് റിപ്പയർ ചെയ്യാവുന്ന കാര്യമുള്ളൂ. അതിന് മേലെ വരുന്ന ഒരു പശയാണ്, അത് വളരെ സമാധാനത്തിൽ കുത്തിയെടുത്ത് ആ ബോർഡ് നന്നായിട്ട് വൃത്തിയായി ക്ലീൻ ചെയ്യുക. ചെറിയ സ്ക്രൂ ഡ്രൈവറോ അല്ലെങ്കിൽ നമ്മളെ നൈഫ് ഉണ്ടാവും, ആ നൈഫ് വെച്ചിട്ട് ചെറുതായിട്ട് കുത്തിയെടുക്കാവുന്നതാണ്. ചെറിയ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് കൈ ശ്രദ്ധിക്കണം. കാരണം ഇത് കംപ്ലൈൻറ്റ് വരുമ്പോഴാണ് വാഷിംഗ് മെഷീനിൽ ഉണ്ടാകുന്ന, ഇത് എല്ലാ വാഷിംഗ് മെഷീനിലും വരത്തില്ല, DC ഇൻവെർട്ടർ മോഡലിൽ മാത്രമേ ഇത് വരത്തുള്ളൂ, സാധാരണ മോഡലിൽ വരില്ല. അപ്പോൾ അത് വളരെ കുത്തിയിളക്കി ഇതിപ്പോൾ വളരെ നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഉള്ള പാർട്സുകളെല്ലാം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അതിൻ്റെ ഉള്ളിലൊരു റെസിസ്റ്റൻസ് വരും, 340 ഓംസിൻ്റെ ഒരു റെസിസ്റ്റൻസ്. അത് വളരെ ചെറിയ മൈക്രോ ഇതായിരിക്കും. നമുക്ക് സാധാരണ റെസിസ്റ്റൻസ് വെച്ചിട്ട് തന്നെ നമുക്കത് ചെയ്യാവുന്നേ ഉള്ളൂ. സോൾവ് ചെയ്തിട്ട് വളരെ വൃത്തിയായിട്ട് സോൾവ് ചെയ്യാവുന്നേ ഉള്ളൂ. വളരെ വൃത്തിയായി സോൾവ് ചെയ്ത് പിടിപ്പിക്കുക. കാരണം അതിൽ 5 കോമൺ ആയിട്ട് വരും. 5ാമത്തെ പിന്ന്, 1ാമത്തെ പിന്നും 5ാമത്തെ പിന്നും വന്നിട്ട് 10K നമ്മൾക്ക് കിട്ടണം. 9.5 ആയാലും കുഴപ്പമില്ല. അതുപോലെ 2ഉം 5ഉം 9.5 കിട്ടണം. അത് വരുന്നുണ്ടോ നോക്കുക. അത് നമ്മൾ ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ കിട്ടിക്കഴിഞ്ഞു. ഇപ്പോൾ ഇത് ഓക്കെ ആയി. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.